ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് CPM ജില്ലാ സെക്രട്ടറിയുടെ മകൻ കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ കേസെടുക്കേണ്ടതില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. മനഃപൂർവ്വം കാർ ഓടിച്ചു കയറ്റിയതല്ല, ട്രാഫിക് ലംഘനം നടക്കുക മാത്രമാണ് ചെയ്തത്. അതിന് പിഴ അടപ്പിച്ചു. ഗോവ രാജ്ഭവനിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് തേടിയിട്ടില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. വിവരങ്ങൾ നൽകാനായി ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ ഇന്ന് രാവിലെ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു ADGP റിപ്പോർട്ട് തേടി എന്നുള്ളത്. പക്ഷെ അതിനൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഒപ്പം അന്ന് പറഞ്ഞ അതേ മറുപടി തന്നെ ഈ സംഭവം നടന്ന പിറ്റേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ ഒരു ലംഘനം മാത്രമേ നടന്നിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. അതിന് പിഴ അടച്ചിട്ടുണ്ട്, ട്രാഫിക് ലംഘനത്തിനുള്ള പിഴ അടച്ചിട്ടുണ്ട് എന്ന് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഒപ്പം CPM നേതാവിൻ്റെ മകനെ സംരക്ഷിക്കുക കൂടി തന്നെയല്ലേ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ചെയ്യുന്നത്. അതെ, CPM ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ മകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഈ വിഷയം പുറത്തു വന്ന സമയം മുതൽ നമ്മുടെ കേരള സംസ്ഥാന പോലീസ് സ്വീകരിച്ചു വന്നിരുന്നത്. ഇന്നിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന മറുപടി ഇത് ഗൗരവമായ ഒരു കുറ്റമല്ല, മനഃപൂർവ്വം ചെയ്തതല്ല, ബോധപൂർവം ഉണ്ടായിട്ടുള്ളതല്ല, അറിയാതെ പോയതാണ്. അതുകൊണ്ട് തന്നെ കേസെടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് സിറ്റി പോലീസ് എത്തിയിട്ടുണ്ട് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ രാവിലെ നമ്മൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ADGP MR അജിത് കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലും ഇതേ മറുപടി തന്നെയാണ് നൽകിയത് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഈ സംഭവം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച രാത്രി അദ്ദേഹം മാറാട് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരവെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും ഈ സംഭവം പുറത്തു പറയാനോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്കോ പൊതുപ്രവർത്തകർക്കോ ഒന്നും നൽകാനൊന്നും പോലീസ് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇത് വിവാദമായതിനു ശേഷവും ഇക്കാര്യമായ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നോ എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തതെന്നോ എന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഈ പോലീസുകാർ നമുക്ക് നൽകാൻ തയ്യാറായിരുന്നില്ല. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിനൊക്കെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഒരു മൈക്ക് തകരാറായതിനെ തുടർന്ന് മൈക്ക് കസ്റ്റഡിയിലെടുക്കുകയും മൈക്കിനെതിരെ കേസെടുക്കുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് Z കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടും അത് ബോധപൂർവമല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വിഷയത്തെ സംബന്ധിച്ച് പോലീസ് കാര്യമായ അന്വേഷണം നടത്താനൊന്നും ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. P. മോഹനന്റെ മകനാണ് എന്ന് മനസ്സിലായതോടുകൂടി ഈ സംഭവം നടന്നതിന് ശേഷം ഇദ്ദേഹത്തെ ഈ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ ജൂലിയസ് നിഗ്ദാസ് എന്ന് പറയുന്ന വ്യക്തി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ മകനാണ് എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് നിസ്സാരമായ ട്രാഫിക് നിയമലംഘനത്തിന് 1000 രൂപ മാത്രം പിഴയടച്ച് വിട്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഗോകുൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, മുഖ്യമന്ത്രി പോകുന്ന വഴിയിലൂടെയൊന്നും മറ്റൊരാൾക്കും കടക്കാൻ കഴിയില്ല. നമുക്കറിയാം തന്നെ പല സംഭവങ്ങളും ഇതേപോലെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിൽ പോലും കഴിയാതെ നിരവധി പേർ റോഡരികിൽ നിന്ന് ആ വാർത്ത അടക്കം നമ്മൾ ജന TV-യിൽ കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് Z കാറ്റഗറി ഉള്ള ഒരു വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസാണ്. ഏത് സംസ്ഥാനത്ത് നിന്നാണ് അവിടുത്തെ പോലീസാണ് നോക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ പോലീസ് വലിയ രീതിയിൽ വീഴ്ച വരുത്തുന്നത് തന്നെയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്ന വഴിയിലെല്ലാം തന്നെ SFI പ്രവർത്തകർ കരിങ്കടി കാണിച്ചിട്ടും മിണ്ടാതെ നിന്നവരാണ് ഈ പോലീസുകാർ. ആ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയേണ്ടത്. നടപടിയിൽ നിന്ന് നമുക്ക് ആ കാര്യം തന്നെയാണ് വ്യക്തമാവാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്ന, അതായത് ഗോവ ഗവർണറുടെ വാഹന ഇടയിലേക്ക് CPM ജില്ലാ സെക്രട്ടറിയുടെ മോഹനന്റെ മകൻ കാർ ഓടിച്ച് കയറ്റിയ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറായത് ഇന്നലെ മാത്രമാണ്. ഇത്രയും നാളും, അതായത് ഇന്നലെ ബുധനാഴ്ച, ഞായറാഴ്ച നടന്ന സംഭവമാണ്. 3 ദിവസങ്ങൾക്ക് മാത്രമാണ് ഈ പരിശോധന നടത്താനോ ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കാനോ തയ്യാറായത്. അത് ഈ മാധ്യമങ്ങളിൽ വാർത്ത വരികയും Z കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായതിനു ശേഷവും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ചോദ്യം ചെയ്തതിനാലും മാധ്യമങ്ങൾ നിരന്തരം ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ പോലീസുകാർ ഈ രീതിയിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ടേക്ക് വന്നത്. എന്നാൽ ഈ സമയത്ത് പോലും ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാവിന്റെ മകനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ കടക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ADGP MR അജിത് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹവും ADGPക്ക് മറുപടി നൽകിയതും ഈ രീതിയിൽ ഇത്തരത്തിലുള്ള ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നില്ല ഈ P. മോഹനന്റെ മകൻ നടത്തിയത്. അത് സംഭവിച്ചു പോയതാണ്. അതിനുള്ള പിഴ
എത്തിയതിനു ശേഷം പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറാകില്ല എന്നാണ്. രജനി, ശരി. ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് CPM ജില്ലാ സെക്രട്ടറിയുടെ മകൻ കാർ ഓടിച്ച് കയറ്റിയ സംഭവത്തിൽ കേസ് എടുക്കേണ്ടതില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. മനഃപൂർവ്വം കാർ ഓടിച്ച് കയറ്റിയതല്ല എന്നും ട്രാഫിക് ലംഘനം നടക്കുക മാത്രമാണ് ചെയ്തതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.